क्या हुआ? उसको बोल रहा है हाँ ठीक। ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗുവാഹട്ടി എയർപോർട്ടിലാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ നാടായ കസിരംഗയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 7 സ്റ്റേറ്റുകളുടെ ഗേറ്റ് വേ ആയിട്ടുള്ള ലോക്പ്രിയ ഗോപിനാഥ് പോർട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. നേരത്തെ തന്നെ ബുക്ക്ഡ് ആയിരുന്നതുകൊണ്ട് 200 കിലോമീറ്റർ അകലെയുള്ള കസിരംഗയിലേക്ക് പോകാനുള്ള ട്രാവലർ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ പഴക്കം ചെന്നതും അത്രയേറെ മെയിൻ്റനൻസ് ഇല്ലാത്തതുമായിട്ടുള്ള ഗുവാഹട്ടിയിലെ പഴയ എയർപോർട്ട് കണ്ടിട്ട് അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള പുതിയ എയർപോർട്ട് ഞങ്ങൾക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഓവർനൈറ്റ് ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തിയത് കസിരംഗയിലെ വെസ്റ്റേൺ ഗേറ്റിനടുത്ത് വരുന്ന ഹിൽസ് ആൻഡ് ലേക്ക് റിസോർട്ടിലേക്കാണ്. ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഈ ഒരു റിസോർട്ട് ഇരിക്കുന്ന ലൊക്കേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തൊട്ട് പുറകിലായിട്ട് തേയിലത്തോട്ടവും മുമ്പിൽ ഹൈവേയും ലേക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റും ഇവർക്കുണ്ട്. പുറകിലായിട്ട് കാണുന്ന തേയിലത്തോട്ടത്തിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ ഈ ലൊക്കേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കസിരംഗയിലെ ആദ്യത്തെ സഫാരി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ സോണിലാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ പോകാനുണ്ട്. പക്ഷേ പാക്കേജായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് സഫാരി പോകുന്ന ജിപ്സി തന്നെയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ സൈറ്റിങ്ങിനായിട്ട് നമുക്ക് സഫാരി സോണിനകത്ത് പോലും പോകേണ്ടി വന്നില്ല. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക എയ്പ്പായിട്ടുള്ള, അതായത് വാലില്ലാത്ത വാനരനായിട്ടുള്ള ഹൂലോക്ക് ഗിബോണിനെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ആസാം റീജിയനിൽ കാണപ്പെടുന്നത് വെസ്റ്റേൺ ഹൂലോക്ക് ഗിബോൺസ് ആണ്. ഉച്ചത്തിൽ കൂകി വിളിക്കുന്ന പോലുള്ള ഇവരുടെ ശബ്ദം തന്നെയാണ് ഹൂലോക്ക് എന്നുള്ള പേര് വരാനുള്ള കാരണം. നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾക്കും ഫെസ്റ്റിവൽസിനും ഒക്കെ ഉച്ചത്തിൽ കുരവയിടാറുണ്ടല്ലോ, അതുപോലെ ആസാമിലും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് ആസാമീസ് ലാംഗ്വേജിൽ ഹുലു അല്ലെങ്കിൽ ഹുലാഹുലി എന്നാണ് പറയുന്നത്. ഉലുലു ധ്വനി എന്നൊരു വാക്കും കുരവയിടുന്നതിന് ആസാമീസിൽ പറയാറുണ്ട്. 1834 ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് ഹാലൻ ആദ്യമായിട്ട് ഈ ഗിബോൺസിനെ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ലോക്കലി ഉപയോഗിച്ചിരുന്ന ഈ ഒരു പദം എടുത്ത് ഫോർമൽ ഇംഗ്ലീഷിൽ ഹൂലോക്ക് എന്ന് മാറ്റുകയായിരുന്നു. ഐബ്രോസ് പോലെ വെള്ള നിറത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് വൈറ്റ് ബ്രോഡ് ഗിബോൺസ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. വെസ്റ്റേൺ ഗിബോൺസിൽ മെയിൽ കറുത്ത നിറത്തിലും ഫീമെയിൽ യെല്ലോയും ഗ്രേയും ചേർന്ന ഒരു നിറത്തിലുമാണ് കാണപ്പെടാറ്. ശരീരത്തിനെക്കാട്ടിലും നീളമുള്ള കൈകളാണ് ഇവർക്കുള്ളത്. കൂടുതൽ സമയവും ഉയരമുള്ള മരങ്ങളുടെ മുകളിലായിട്ട് ആഹാരം തേടി നടക്കുന്നതായിട്ടാണ് ഇവരെ കാണപ്പെടാറ്. നീളമുള്ള കൈകൾ ഉപയോഗിച്ച് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് നിഷ്പ്രയാസം ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. IUCN ലിസ്റ്റിൽ ഇവരിപ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സിലാണ് ഇവരിപ്പോൾ ഉള്ളത്. ഇവരുടെ പ്രൊട്ടക്ഷനായിട്ട് ആസാമിലിപ്പോൾ ഹോലോങ്കപ്പാർ ഗിബോൺ സാങ്ച്വറി എന്ന് പറയുന്ന ഒരു സാങ്ച്വറി എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള 7 സ്റ്റേറ്റുകളിലും ഗിബോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 7 മാസമാണ് ഒരു ഗിബോണിൻ്റെ ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 7 മാസത്തിന് ശേഷം ജനിക്കുന്ന കുഞ്ഞ് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഏകദേശം ഒരേ നിറത്തിൽ തന്നെയായിരിക്കും. ഏകദേശം 9 വയസ്സോടുകൂടിയാണ് ഇവർ ഫുൾ മെച്യൂരിറ്റിയിൽ എത്തുന്നത്. 6 മാസം പ്രായമാകുന്നത് മുതൽ മെയിൽ ഗിബോൺസിൻ്റെ കളറിൽ വ്യത്യാസം കണ്ടു തുടങ്ങും. മെച്യൂരിറ്റി എത്തുന്ന സമയത്താണ് ഫൈനൽ കളറേഷനിലേക്ക് അത് ചേഞ്ച് ആവുന്നത്. അതേസമയം ഫീമെയിൽ ഗിബോൺസ് ജനിക്കുമ്പോഴുള്ള അതേ നിറത്തിൽ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവനും. കസിരംഗയിലെ ബുറാപഹാർ എന്ന് പറയുന്ന സോണിലാണ് കൂടുതലായിട്ടും ഗിബോൺസ് കാണപ്പെടാറ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഗിബോൺസിനെ കണ്ടത് മെയിൻ റോഡിൽ വെച്ച് തന്നെയാണ്. വെസ്റ്റേൺ ഗേറ്റിൽ നിന്നും സെൻട്രൽ സോണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്പലം വരുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്താണ് ഗിബോൺസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ഡെൻസിറ്റി വളരെ അധികമുള്ള കസിരംഗയിൽ റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ റെയർ ആയിട്ടുള്ള സ്പീഷീസിനെ കാണുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തവണത്തെ യാത്രയിൽ ഹൂലുങ്കപ്പാർ ഒഴിവാക്കേണ്ടി വന്നതുകൊണ്ട് ഇവരെ കാണാൻ തന്നെ സാധിക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ആദ്യത്തെ സൈറ്റിംഗ് തന്നെ ഹൂലോക്ക് ഗിബോൺസിനെ കിട്ടിയത് വല്ലാണ്ട് സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു.
സാധാരണ സഫാരീസൊക്കെ രാവിലെ 6 മണിയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കസിരംഗയിലെ സഫാരീസ് എല്ലാം രാവിലെ 7:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊഹോറ റേഞ്ചിലുള്ള ടിക്കറ്റ് കൗണ്ടറിലെത്തി ക്യാമറയ്ക്കായിട്ടുള്ള ടിക്കറ്റ് എല്ലാം വാങ്ങിയതിന് ശേഷമാണ് സഫാരി ഗേറ്റിലേക്ക് പോകേണ്ടത്. കസിരംഗയിലെ എല്ലാ സോണിലും ക്യാമറയ്ക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ്. അത് ഏത് ലെൻസ് ഉപയോഗിച്ചാലും സെയിം ചാർജ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചതിയുണ്ട്. നിങ്ങൾ ഗോപ്രോ പോലെയുള്ള ഒരു ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആക്ഷൻ ക്യാമറയ്ക്ക് 1000 rupees പെർ സഫാരിയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അത്രയും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു എമൗണ്ട് കൊടുത്ത് നിങ്ങളിവിടെ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുക. പൊതുവെ കാണുന്ന കാടുകൾ വെച്ച് നോക്കുമ്പോൾ കാശങ്ക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിരാശപ്പെടുത്തി. ഇവിടെ 520 മേളിൽ ബേർഡ് ഫീസസ് മാത്രം. ടിക്കറ്റ്സ് എല്ലാം എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് സഫാരി പോയിന്റിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് വരുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സഫാരി പോയിന്റിലേക്കുള്ള റോഡ് വരുന്നത്. സെൻട്രൽ സോണിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കസിരംഗ ഓർക്കിഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് വരുന്നത്. വൈൽഡ് ലൈഫ് സഫാരി മാത്രം ഫോക്കസ് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. കസിരംഗ ആസാമിലെ റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. മുളയൊക്കെ ഉപയോഗിച്ച് ട്രഡീഷണലായിട്ട് ചെയ്ത വീടുകളും കാലി മേയ്ക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സഫാരി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കൃത്യം 7:30-ക്ക് തന്നെ നമ്മളിവിടെ എത്തിയെങ്കിലും നേരത്തെ തന്നെ എത്തിയ ഒരുപാട് വണ്ടികൾ ക്യൂവിലുണ്ടായിരുന്നു. സെൻട്രൽ സോണിൻ്റെ ഗേറ്റിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് നടക്കുന്നത്. ടിക്കറ്റില്ലാത്ത എക്സ്ട്രാ ക്യാമറാസോ പ്ലാസ്റ്റിക് ബാഗുകളോ ഒന്നും അകത്തേക്ക് അവർ കയറ്റി വിടത്തില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനായിട്ട് എപ്പോഴും പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങളുടെ ഡ്രൈവറായിട്ടുള്ള മോത്തിയൂറിന് ടൈഗർ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ടൈഗറിനെ കാണാനുള്ള ചാൻസ് മിസ്സാവുമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് അകത്തേക്ക് കയറുന്ന രണ്ടാമത്തെ വെഹിക്കിളായിട്ട് ഞങ്ങൾ മാറി. സഫാരി സോണിന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആനയും കാണ്ടാമൃഗവും കാട്ടുപോത്തും ഒക്കെ ഞങ്ങൾ ദൂരെയായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മോത്തിയൂർ വണ്ടി നിർത്താൻ തയ്യാറായില്ല. ടൈഗറിനെ കണ്ടിട്ടേ അടങ്ങൂ എന്നുള്ളൊരു വാശിയായിരുന്നു പുള്ളിക്ക്. കസിരംഗ ഫോറസ്റ്റ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ സെൻട്രൽ സോണിലെ ഏറ്റവും വലിയ താരം ഇവിടെയുള്ള ഗോൾഡൻ ടൈഗറാണ്. റോയൽ ബംഗാൾ ടൈഗറിന് തന്നെ മ്യൂട്ടേഷൻ വന്ന ഒരു വേർഷനാണ് ഗോൾഡൻ ടൈഗർ എന്ന് പറയുന്നത്. കാടിനുള്ളിൽ ഒന്നിലധികം ഗോൾഡൻ ടൈഗേഴ്സ് ഉണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സഫാരി സോണുകളിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ഗോൾഡൻ ടൈഗറിന് മാത്രമാണ്. അതാണ് അവനെ ഇത്രയും വലിയൊരു സ്റ്റാറാക്കി മാറ്റിയത്. ഇവരെ സ്ട്രോബെറി ടൈഗേഴ്സ് എന്നും വിളിക്കാറുണ്ട്. തൊട്ടടുത്തായിട്ടൊരു കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾ നിർബന്ധിച്ചു. അങ്ങനെയാണ് മോത്തിയൂർ ആദ്യമായിട്ട് വണ്ടി ഒന്ന് നിർത്തി തന്നത്. ഇതാണ് വൈൽഡ് വാട്ടർ ബഫല്ലോ. മലയാളത്തിൽ ഇതിനെ കാട്ടെരുമ എന്നാണ് വിളിക്കാറ്. കാട്ടുപോത്തെന്ന് പലതവണ റെഫർ ചെയ്യുന്നുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു പേര് കാട്ടെരുമ എന്ന് തന്നെയാണ്. ബ്രഹ്മപുത്ര നദിയോട് ചേർന്ന് കിടക്കുന്ന കസിരംഗ ഫോറസ്റ്റിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പലപ്പോഴും ഒരു ഫ്രെയിമിൽ തന്നെ ഒന്നിലധികം മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. നദിയോട് ചേർന്ന് തന്നെ നമുക്ക് ഇന്ത്യൻ റൈനോസറസിനെ കാണാനായിട്ട് സാധിച്ചു. ഇതിനെ ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസ് എന്ന് വിളിക്കാറുണ്ട്. മലയാളത്തിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ദൂരക്കാഴ്ചയിൽ ആൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഏകദേശം ഒരു കുട്ടിയാനയുടെ അത്രയും വലിപ്പമുണ്ട്. അഡൽട്ട് ആയിട്ടുള്ള ഒരു കാണ്ടാമൃഗത്തിന് ഏകദേശം 2 ടണ്ണോളം വെയിറ്റ് വരാറുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മാത്രമാണ് വൺ ഹോൺ റൈനോസിനെ കാണാൻ സാധിക്കാറ്. ആഫ്രിക്കയിലുള്ളത് 2 കൊമ്പുള്ള റൈനോസാണ്. കൂടുതൽ സമയം ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന റൈനോസ് വളരെയധികം ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആനിമൽസാണ്. അതായത് അവരുടെ ഏരിയയിലേക്ക് ആരെങ്കിലും കടന്നു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കാൻ ഒട്ടും തന്നെ മടിക്കാറില്ല. എസ്പെഷ്യലി ബ്ലാക്ക് റൈനോസ്. കാഴ്ചശക്തി വളരെ കുറവായതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ഡിഫെൻസീവ് മൂവ് എന്ന് പറയുന്നത് ചാർജിങ് ആണ്. ഏത് സമയത്ത് എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റൈനോസ് എപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഈ കസിരംഗയിൽ തന്നെ പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് നേരെയും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി. ആ ഒരു ഇൻസിഡൻറ്റ് ഇനി വരുന്ന വീഡിയോസിലുണ്ടാവും. ഈ ട്രിപ്പിലെ 8 സഫാരിയും 8 സെപ്പറേറ്റ് വീഡിയോസ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് മലയാളത്തിൽ വയൽ നായ്ക്കൻ എന്ന് വിളിക്കുന്ന ലെസർ അഡ്ജുറ്റന്റ് സ്റ്റോക്ക്.
കസരംഗ ഫോറസ്റ്റിലെ മറ്റൊരു പ്രത്യേകതയാണ് എലിഫന്റ് ഗ്രാസ് അഥവാ ആനപ്പുല്ല്. ഒരു ആന നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ഹൈറ്റുള്ള പുല്ലാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിനിടയിൽ ഒരു കുട്ടിയാന ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. സാധാരണ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കുറച്ച് സമയം ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ കുട്ടിയാന ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു വലിയ കൂട്ടം ഈ ആനപ്പുല്ലിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏഷ്യൻ വൈൽഡ് എലിഫൻസിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷനാണ് ആസാമിലുള്ളത്. ഏകദേശം 4100 മുകളിൽ ആനകളുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ആനകളും മനുഷ്യരുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടക്കുന്നതും ആസാമിലാണ്. 2014 2022 ഇടയിൽ വർഷം 23 ആനകൾ വെച്ചിട്ടാണ് അൺനാച്ചുറൽ കോസസ് കാരണം ചെരിഞ്ഞിട്ടുള്ളത്. മറുവശത്ത് ഏകദേശം 70 ആൾക്കാർ ആനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മെയിനായിട്ടുള്ള കാരണം ആനകളുടെ സ്ഥിരമായിട്ടുള്ള സഞ്ചാരപാതകൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കൃഷിയും മറ്റുള്ള എക്സ്പാൻഷൻസൊക്കെയാണ്. തങ്ങളുടെ സാധാരണ വഴി മുട്ടിയ സമയത്ത് അവർ ഗ്രാമങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ മെരുക്കി കാടിനുള്ളിലേക്ക് പെട്രോളിങ്ങിന് പോകാനും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എലിഫന്റ് സഫാരീസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന ആനകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആസാമിലെ ആനകൾക്ക് വലിപ്പം അല്പം കുറവാണ്. സെൻട്രൽ സോണിലും വെസ്റ്റേൺ സോണിലുമാണ് എലിഫന്റ് സഫാരീസ് ഉള്ളത്. രാവിലെ 5:30 മുതൽ 7:30 വരെയാണ് ടൈം. ഏകദേശം 1 മണിക്കൂറാണ് സഫാരിയുടെ ഡ്യൂറേഷൻ. ഒരാൾക്ക് 1200 മുതൽ 1500 രൂപ വരെയാണ് എലിഫന്റ് സഫാരിക്ക് ചാർജ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ എലിഫന്റ് സഫാരിക്ക് പൂർണ്ണമായിട്ടും എതിരാണ്. വണ്ടിയിലോ നടന്നോ പോകാൻ കഴിയാത്ത പ്രിഡേറ്റേഴ്സ് ഉള്ളൊരു കാട്ടിലേക്ക് എലിഫൻസിനെ പെട്രോളിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ടൂറിസത്തിന് യൂസ് ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കസരംഗ നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടൊരു സ്ഥലമാണ്. ബ്രഹ്മപുത്ര നദിക്കരയിലായിട്ട് ഏകദേശം 430 സ്ക്വയർ കിലോമീറ്റർ സ്പാൻ ചെയ്യുന്ന ഒരു കാടാണിത്. ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസിൻ്റെ ഗ്ലോബൽ പോപ്പുലേഷനിൽ 2/3 ഭാഗവും ഇവിടെയാണ്. റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോകുന്ന ഈ വിരുദ്ധന്മാരാണ് ഹോഗ് ഡിയേഴ്സ്. മലയാളത്തിൽ പന്നിമാൻ എന്നാണ് വിളിക്കാറ്. പക്ഷെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിയല്ല ഇത്. നാട്ടിലെ വേനൽ സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും ഇവിടുത്തെ പച്ചപ്പും ഹരിതാപയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കനത്ത മഴ കാരണം ഈ ഒരു സോണിൻ്റെ 40% ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കേരളത്തിൽ പൊതുവെ കാണപ്പെടാത്ത പല ജീവികളും കാണുന്ന ഒരു കാടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഡ്രൈവറായിട്ടുള്ള മോത്തിയൂറിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടൈഗർ. പുള്ളി ബാക്കിയുള്ള ഡ്രൈവേഴ്സുമായിട്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ അറിയിക്കാനായിട്ട്. ഇതിനിടയിൽ ഞങ്ങളൊരു കരടിയെ കണ്ടു കേട്ടോ. പക്ഷേ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാനായിട്ട് ആൾ നിന്നില്ല. ആവശ്യമില്ലാതെ കാണ്ടാമൃഗത്തിൻ്റെയും വൈൽഡ് വാട്ടർ ബഫലോയുടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ നിന്നിട്ടാണ് കരടിയെ മിസ്സായെന്ന് മോത്തിയൂർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. വൺ ഹോൺ റൈനോസ് കൂടുതലായിട്ടും വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. അവരുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളത്തിൽ മാത്രം ലഭിക്കുന്ന ഫുഡ് ഭക്ഷിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരെ സെമി അക്വാട്ടിക് ആനിമൽസ് എന്നും വിശേഷിക്കപ്പെടാറുണ്ട്. ഈ നിൽക്കുന്ന മഹാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് മേളിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. ദേഹത്ത് മൊത്തം ചെളി വാരി പൂശിയിട്ടുണ്ട്. ആനയെപ്പോലെ ഇവർക്കും പ്രായോഗികമായിട്ടുള്ള വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തതുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെയുള്ള ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ശരീരത്തിലെ ടിഷ്യൂസിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ഈ കൊളാജൻ്റെ പല ലെയേഴ്സ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് റൈനോസിന് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ആർമർ പോലത്തുള്ള സ്കിൻ വരുന്നത്. പലപ്പോഴും 2 ഇഞ്ച് വരെ തിക്നെസ്സിൽ ഈ സ്കിൻ വളരാറുണ്ട്. മറ്റുള്ള റൈനോസിൻ്റെയും പ്രിഡേറ്റേഴ്സിൻ്റെയും ഒക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു സ്കിൻ അല്ലെങ്കിൽ ആർമർ അവരെ സഹായിക്കുന്നുണ്ട്. തിക്കായതുകൊണ്ട് തന്നെ ആർമറിന് നല്ല വെയിറ്റും ഉണ്ടാവും. ഈ ഒരു വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനും പലപ്പോഴും റൈനോസ് വെള്ളത്തിലിറങ്ങി കിടക്കാറുണ്ട്. കൊമ്പിന് വേണ്ടിയിട്ടാണ് സാധാരണ റൈനോസ് വേട്ടയാടപ്പെടാറുള്ളത്. പക്ഷേ ഇവരുടെ സ്കിന്നും ബ്ലാക്ക് മാർക്കറ്റിൽ സജീവമായിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. റൈനോസിൻ്റെ കൊമ്പ് ഫോം ചെയ്യുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. മനുഷ്യരുടെ മുടിയിലും നഖത്തിലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഇതേ കെരാറ്റിൻ തന്നെയാണ്. അത് കാരണം ട്രഡീഷണൽ മെഡിസിൻസിനായിട്ട് ഇല്ലീഗലി റൈനോസിൻ്റെ കൊമ്പ് യൂസ് ചെയ്യാറുണ്ട്. വൾണറബിൾ സ്പീഷീസായിട്ട് IUCN റെഡ് ലിസ്റ്റിലുള്ള റൈനോസിന് ഇപ്പോഴും ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് പോച്ചിങ് തന്നെയാണ്. അതായത് കൊമ്പിന് വേണ്ടിയിട്ടുള്ള വേട്ടയാടൽ. മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ആശാനാണ് കരിങ്കൊക്ക് എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ബ്ലാക്ക് നെക്ക് സ്റ്റോക്ക്. അങ്ങ് ദൂരെ മരക്കൊമ്പിലായിട്ട് ഒരു പാണ്ടൻ വേഴാമ്പലിരിക്കുന്നുണ്ട്, ഓറിയന്റൽ പൈഡ് ഹോൺബിൽ. കേരളത്തിൽ ഇവരെ കാണാറില്ല, പക്ഷേ മലബാർ പൈഡ് ഹോൺബിൽ എന്ന് പറയുന്ന മറ്റൊരു സ്പീഷീസ് ഉണ്ട്. ബ്രഹ്മപുത്ര റിവറിൻ്റെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലാണ് കസരംഗ ഫോറസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സമൃദ്ധമായിട്ടുള്ള പുൽമേടുണ്ട്, ആഴം കുറഞ്ഞ കുളങ്ങളുണ്ട്,
ചതുപ്പുകളുണ്ട്, അതുപോലെ ചതുപ്പിൽ വളരുന്ന റീഡ്സ് എന്ന് പറയുന്ന ചെടികളുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ പല തരത്തിലുള്ള സ്പീഷീസിനെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ടും ഇവിടെ അനിമൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ആകെ ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അപ്പെക്സ് പ്രിഡേറ്റർ എന്ന് പറയുന്നത് ടൈഗർ മാത്രമാണ്. ലെപ്പേർഡ്സിനെ കാണാറുണ്ടെങ്കിലും അത് വളരെ റെയറായിട്ടാണ്, കാരണം അവർ കൂടുതലും ഹില്ലി ഏരിയസിലാണുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് ധോൽസ് അഥവാ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യം ഈ ഒരു കാട്ടിലില്ലായിരുന്നു. പക്ഷേ 2025 ഒരു സർവേയിൽ കസിരംഗ ഫോറസ്റ്റിലേക്ക് ധോൽസ് തിരികെ വന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2025 വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ ട്രാപ്പിലാണ് ധോൽസിൻ്റെ ഇമേജസ് കിട്ടുകയും അവ തിരികെ വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇവരെയും അധികം കണ്ടു കിട്ടാറില്ല. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിഷിംഗ് ക്യാറ്റ്, ജംഗിൾ ക്യാറ്റ്, ലെപ്പേർഡ് ക്യാറ്റ് തുടങ്ങിയവയാണ്. പക്ഷേ ഇവരൊക്കെ ചെറിയ സ്പീഷീസിനെ മാത്രമാണ് ഹണ്ട് ചെയ്യുന്നത്. കടുവകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫോറസ്റ്റുകളിൽ ഒന്നാണ് കസിരംഗ. 2024 സർവേ അനുസരിച്ച് 148 കടുവകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഗോൾഡൻ ടൈഗർ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ കണ്ടുകിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം ബാലൻസ് ആവാതെ വരുന്ന സമയത്ത് കാടിൻ്റെ എക്കോസിസ്റ്റം വല്ലാണ്ട് ബാധിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എണ്ണത്തിൽ വളരെ കൂടുതലുള്ള വാട്ടർ ബഫലോസിൽ 50 എണ്ണത്തിനെ ട്രേഡ് ചെയ്തിട്ട് ബാന്ധവ്ഗഡ് ഫോറസ്റ്റിൽ നിന്നും കുറച്ച് ക്രോക്കഡൈൽസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. സഫാരിക്ക് കയറുന്ന സമയത്ത് ബാന്ധവ്ഗഡ് ഫോറസ്റ്റിൻ്റെ ഒരു ട്രക്ക് ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ മോത്തിയൂർ തന്നതാണ്, പക്ഷേ ആ ട്രക്ക് കിടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി. കാണ്ടാമൃഗങ്ങൾക്ക് മറ്റൊരു സ്വഭാവ സവിശേഷതയുണ്ട്. ഇവർ പലപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണ് മലമൂത്ര വിസർജനം നടത്താറ്. 3 മാസത്തോളം ഒരേ സ്ഥലം തന്നെ ഇവർ ഉപയോഗിക്കും കമ്മ്യൂണിറ്റി ആയിട്ട്. ഇങ്ങനെയുള്ള ചില കൂമ്പാരങ്ങൾക്ക് ഏകദേശം 65 അടി വരെ വീതി വരാറുണ്ട്. ഈ കൂമ്പാരങ്ങളെ മിഡൻ എന്നാണ് വിളിക്കാറ്. ഇതവർ വെറുതെ ചെയ്യുന്നതല്ല. ഇതിന് വേണമെങ്കിൽ ഒരു പ്രദേശത്തെ കാണ്ടാമൃഗങ്ങളുടെ മെസ്സേജ് ബോർഡായിട്ട് കണക്കാക്കാം. ഇങ്ങനെയുള്ള കമ്മ്യൂണൽ ലാട്രിൻസ് ഉപയോഗിച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള ആൺ കാണ്ടാമൃഗങ്ങൾ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട്. മറ്റുള്ള റൈനോസ് ആണാണോ പെണ്ണാണോ എന്നറിയാനും അവരുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേറ്റസ് അറിയാനും ഹെൽത്ത് അറിയാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള വലിയ ചാണക കൂമ്പാരങ്ങൾ ആ പ്രദേശത്തിൻ്റെ എക്കോസിസ്റ്റത്തിന് ഒരുപാട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലൂടെ ഈ ന്യൂട്രിയൻസ് പല സ്ഥലത്തായിട്ട് പടരുകയും അത് കാട് നന്നായിട്ട് വളരാനുള്ളൊരു വളമായിട്ട് മാറുകയും ചെയ്യും. ഡങ് ബീറ്റിൽസ് പോലുള്ള ഇൻസെക്ട്സിൻ്റെ ഒരു ബ്രീഡിംഗ് സൈറ്റ് കൂടിയാണ് ഇങ്ങനെയുള്ള കൂമ്പാരങ്ങൾ. ദൂരെയായിട്ട് കാണുന്നത് ലെസർ വിസ്ലിംഗ് ഡക്ക് അഥവാ ലെസർ വിസ്ലിംഗ് ടീൽസ് ആണ്. ചൂളൻ എരണ്ട അല്ലെങ്കിൽ കാട്ടുതാറാവ് എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇവർ രാത്രികാലങ്ങളിലാണ് ഇര പിടിക്കാറ്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ചേരക്കോഴി എന്ന് വിളിക്കുന്ന ഓറിയൻ്റൽ ഡാർട്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. പാമ്പിനെ പോലെ നീളമുള്ള കഴുത്തുള്ളതുകൊണ്ടാണ് ഇതിനെ ചേരക്കോഴി എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ സ്നേക്ക് ബേർഡ് എന്ന് റെഫർ ചെയ്യാറുണ്ട്. ഇത് ഗോൾഡൻ ടൈഗറിൻ്റെ സ്ഥിരമായിട്ടുള്ള കോറിഡോറാണ്. ഇതുവഴിയാണ് സ്ഥിരമായിട്ട് ഗോൾഡൻ ടൈഗർ പാസ് ചെയ്ത് പോകുന്നത് എന്നാണ് മോത്തിയൂർ പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലൊരു അലാം കോളും കേൾക്കുന്നുണ്ടായിരുന്നു. കാസിരംഗ നാഷണൽ പാർക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോൺ സെൻട്രൽ സോണാണ്. അതിനുള്ള കാരണം ഗോൾഡൻ ടൈഗറിൻ്റെ പ്രസൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ 200ഓളം ജിപ്സികളാണ് ഈ ഒരു സഫാരി സോണിലേക്ക് കയറി വരുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ പൊടിക്കും ബഹളത്തിനും ഒരു കുറവും ഉണ്ടാകാറില്ല. ഞങ്ങളുടെ ജിപ്സി ഡ്രൈവറായിട്ടുള്ള മോത്തിയൂർ പറഞ്ഞ അനുസരിച്ച് ടൈഗർ ഈ ഒരു കോറിഡോർ വഴി പാസ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജിപ്സികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടേയിരുന്നു. ഇത്രയും പൊടിയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ക്യാമറ സംരക്ഷിക്കുന്നതായിരുന്നു അപ്പോഴത്തെ ഞങ്ങളുടെ പ്രയോറിറ്റി. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുള്ള രണ്ടാമത്തെ ജിപ്സിയും അടുത്തെത്തി. ഞങ്ങൾ 7 പേരാണ് ഇത്തവണ ട്രിപ്പിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ജിപ്സിയിലായിട്ടാണ് സഫാരിക്ക് പോകുന്നത്. മാക്സിമം സൈറ്റിംഗ് ഉറപ്പാക്കാൻ 2 ജിപ്സിയും 2 വഴിക്ക് പോട്ടെ എന്ന് ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാസിരംഗ എന്നുള്ള സ്ഥലപ്പേര് വരാനുള്ള റീസൺ മോത്തിയൂറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് പണ്ടിവിടെ കാസി രംഗ എന്ന് പറയുന്ന 2 കമിതാക്കൾ ഉണ്ടായിരുന്നെന്നും വളരെ അഗാധമായിട്ട് പ്രേമിച്ചിരുന്ന അവർക്ക് വീട്ടുകാർ സമ്മതിക്കാത്തത് കാരണം ഒന്നുചേരാൻ പറ്റാതെ പോവുകയും അതിൻ്റെ വിഷമത്തിൽ അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അവരുടെ ഓർമ്മയ്ക്കായിട്ട് പിന്നീട് ഈ സ്ഥലത്തിന് കാസിരംഗ എന്നുള്ള പേരിടുകയായിരുന്നു. ഇത് ലോക്കലി പറയപ്പെടുന്ന ഒരു കഥയാണ്. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. കാസിരംഗയിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് സഫാരി ഏകദേശം 4 മുതൽ 4.5 മണിക്കൂർ വരെ ലെങ്ത് ഉണ്ടാവും. അതായത് രാവിലെ 7:30 തുടങ്ങുന്ന സഫാരി 12 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ വന്ന് നന്നായിട്ട് ചൂട് കൂടുന്ന സമയത്ത് ഓരോ മൃഗങ്ങളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നിറയെ ഹോക്ക് ഡിയേഴ്സും കാണ്ടാമൃഗവും പലതരത്തിലുള്ള ബേർഡ്സും അതുപോലെ ബാരാസിംഗ അല്ലെങ്കിൽ സ്വാം ഡിയേഴ്സും ഈ വെള്ളത്തിലിറങ്ങി കിടക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ബാരാസിംഗ എന്നുള്ള പേര് വരാനുള്ള റീസൺ ഇവരുടെ കൊമ്പാണ്. ബാര എന്ന് പറഞ്ഞാൽ 12, സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. 12ഓളം ബ്രാഞ്ചുകൾ വരുന്ന കൊമ്പുള്ള ഒരു മാൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ ബാരാസിംഗ എന്ന് വിളിക്കുന്നത്. ഇവരുടെ മലയാളം പേര് ബാരാസിംഗ മാൻ എന്നാണ്. കാസിരംഗ ഫോറസ്റ്റിൽ കാണുന്നത് ഈസ്റ്റേൺ സ്വാം ഡിയർ ആണ്. 2018 കണക്കനുസരിച്ച് ഏകദേശം 1150ഓളം ബാരാസിംഗകളാണ് കാസിരംഗയിലുള്ളത്. ഒരുപാട് സമയം ടൈഗറിനെ അന്വേഷിച്ച് അതേ സ്പോട്ടിൽ നിന്നിട്ട് സമയം കഴിയാറായപ്പോൾ പതിയെ അവിടെ നിന്ന് ഞങ്ങൾ മൂവ് ചെയ്തു. അപ്പോഴാണ് ഏത് കാട്ടിൽ പോയാലും കാണാൻ സാധിക്കുന്ന വൈൽഡ് ബോർ അഥവാ നമ്മുടെ കാട്ടുപന്നി അതുവഴി ഓടിപ്പോകുന്നത്. ഇവരുടെ പോപ്പുലേഷൻ എല്ലാ കാടുകളിലും ഉള്ളതുപോലെ കാസിരംഗയിലും ഒരുപാടാണ്. മറ്റൊരു ടൈഗർ കോറിഡോർ ആണെന്ന് പറഞ്ഞ് മോത്തിയൂർ പിന്നെയും ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി. അങ്ങനെ അവിടെയും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തു. കാസിരംഗയിലെ സെൻട്രൽ സോണിലെ സഫാരിക്ക് ഇന്ത്യൻസിന് ജിപ്സി ചാർജ് വരുന്നത് 3200 മുതൽ 4200 രൂപ വരെയാണ്. ടൈഗർ കോറിഡോർ ആണെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയത് എന്തായാലും വെറുതെ ആയില്ല. അങ്ങ് ദൂരെയായിട്ടൊരു ആന വെള്ളത്തിലിറങ്ങി നിന്ന് അതിലുള്ള റീഡ്സൊക്കെ കഴിക്കുകയാണ്. വെള്ളത്തിലുള്ള ആ ഒരു ചെടിയെടുത്ത് കൊമ്പിൽ തന്നെ തട്ടിക്കുടഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ആൾ കഴിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ആനയുടെയും കാണ്ടാമൃഗത്തിൻ്റെയൊക്കെ കൂടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബേർഡാണ് വെസ്റ്റേൺ കാറ്റൽ എഗ്രറ്റ്സ്. ഇവർ തമ്മിലുള്ളത് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. അതായത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ആനിമൽസിന് ഇവർ ഒരു പെസ്റ്റ് കൺട്രോൾ പോലെയാണ്. ഇവരുടെ ദേഹത്തുള്ള ടിക്സും പാരസൈറ്റ്സും ഇൻസെക്റ്റുകളെയൊക്കെ ഈ ബേർഡ്സ് കഴിക്കുന്നു. പകരം ബേർഡ്സിന് ഇവർ കഴിക്കുന്ന കൂട്ടത്തിൽ ഈസി ആയിട്ട് ഫുഡിന് ആക്സസ് കിട്ടുകയും അതുപോലെ പ്രിഡേറ്റേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. റൈനോസും എലിഫൻ്റൊക്കെ പുല്ല് മേയുന്ന സമയത്ത് അതിനിടയിൽ ഒളിച്ചിരിക്കുന്ന ഗ്രാസ് ഹോപ്പേഴ്സും അതുപോലെ മറ്റുള്ള ഇൻസെക്റ്റും പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് പിടിച്ച് കഴിക്കാനായിട്ടും കൂടിയാണ് ഇവരിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്.
സഫാരി മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു കൂട്ടം മാനുകളെയാണ്. അതിൽ ഹോക്ക് ഡിയേഴ്സും ഉണ്ടായിരുന്നു, സ്വാം ഡിയേഴ്സും ഉണ്ടായിരുന്നു. ഹോക്ക് ഡിയർ അല്ലെങ്കിൽ പന്നിമാൻ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. കസിരംഗ ഫോറസ്റ്റിൽ പുള്ളിമാനുകൾ അല്ലെങ്കിൽ ചീത്തൽസ് ഇല്ല. പകരം ഹോക്ക് ഡിയേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിരാവിലെയും വൈകിട്ടുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന സമയം. അത്യപൂർവമായിട്ടുള്ള വൈറ്റ് ഹോക്ക് ഡിയർ കസിരംഗയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഹോക്ക് ഡിയേഴ്സ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് നടക്കാറ്. മൺസൂൺ സമയത്ത് ഇവിടെ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ ഇവർ ഹയർ ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവർ വേട്ടയാടപ്പെടുകയും അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ മരിച്ചു പോവുകയും ചെയ്യുന്നത്. ഒഫീഷ്യലി ഇവരെ ഇന്ത്യൻ ഹോക്ക് ഡിയേഴ്സ് അല്ലെങ്കിൽ ഇൻഡോ ചൈനീസ് ഹോക്ക് ഡിയേഴ്സ് എന്നാണ് വിളിക്കാറ്. ഹോക്ക് ഡിയർ അല്ലെങ്കിൽ പന്നിമാൻ എന്നുള്ള പേര് വരാനുള്ള കാരണം പന്നികളെപ്പോലെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവരൊരു ഒബ്സ്റ്റക്കിൾ വരുന്ന സമയത്ത് പന്നികൾ ചെയ്യുന്നത് പോലെ അതിന് താഴെ കൂടി പോകാനാണ് ശ്രമിക്കുന്നത്, ചാടിക്കടക്കാനായിട്ട് ശ്രമിക്കാറില്ല. ഹോക്ക് ഡിയേഴ്സിന് അടുത്തായിട്ട് തന്നെ കുറച്ചധികം സ്വാം ഡിയേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ബാരാസിംഗാസ്. ഈ കിടക്കുന്ന കക്ഷിയുടെ കൊമ്പ് റീഗ്രോ ആവുന്നതേ ഉള്ളൂ. हमने देख रहे हैं, हम बात कर रहे हैं ना इसीलिए। हाँ इसीलिए सुन रहा है। वो एक मेल है या पे उसका सींग आ रहा है ना, आ रहा है अभी। वो जो यहाँ देख रहा था। हाँ हाँ वो पीछे वाला हाँ पीछे वाला वही वो मेल का होन आ रहा है। स्वैम डियर। स्वयं मध्य प्रदेश का नेशनल एनिमल, स्टेट एनिमल। ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഇൻഡോ ചൈനീസ് റോളർ ചിറകൊക്കെ വിരിച്ചു വെച്ച് വെയിൽ കായുന്ന കാഴ്ച നല്ല ഭംഗിയായിരുന്നു കാണാൻ. മുമ്പ് ഇന്ത്യൻ റോളറും ഇൻഡോ ചൈനീസ് റോളറും സെയിം സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ കളറിൽ പല ഡിഫറൻസസും വരുന്നുണ്ട്. ഇൻഡോ ചൈനീസ് റോളറിന് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയപ്പോഴേക്കും ആൾ വെയിൽ കായുന്നതൊക്കെ നിർത്തി ഇരിക്കാൻ തുടങ്ങി. മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് റോസ്റ്റിംഗ് പാരക്കീറ്റ്സ് മരക്കൊമ്പിലിരുന്നിട്ട് റൊമാൻസ് ചെയ്യുന്ന കാഴ്ച കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. നല്ല ഭംഗിയുള്ളൊരു വിഷ്വൽ ആയിരുന്നതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഇവർ ഫുഡ് എന്തോ കൈമാറുന്നതാണ് ആക്ച്വലി, പക്ഷെ കാണുമ്പോഴേക്കും ഒരു റൊമാൻസ് മൂഡാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ആൺകിളി വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നു. ഇവരെ റിംഗ് നെക്ഡ് പാരക്കീറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. മലയാളത്തിൽ മോതിരത്തത്ത എന്നാണ് വിളിക്കുന്നത്. ആൺതത്തകളുടെ കഴുത്തിൽ കറുത്ത ഒരു വളയവും പിങ്ക് വരയും ഉണ്ടാകും. പെൺതത്തകൾക്ക് കഴുത്തിൽ ഇളം പച്ച നിറത്തിലാണ് വളയം ഉണ്ടായിരിക്കുക. മനുഷ്യവാസ സ്ഥലങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ട് ഇവരെ ധാരാളമായിട്ട് കാണപ്പെടാറുണ്ട്. കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷികളാണിവർ. തൊട്ടടുത്തുള്ള മറ്റൊരു മരക്കൊമ്പിൽ വേറെ ഒരാൾ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മലയാളത്തിൽ പുള്ളിനത്തെന്ന് വിളിക്കുന്ന സ്പോട്ടഡ് ഔലറ്റ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കരയിലായിട്ട് ഒരു ബാരാസിംഗയും ഗ്രേ ഹെറോണും നിൽക്കുന്നത് കണ്ടു. വെള്ളത്തിനകത്ത് നിന്ന് രണ്ട് കൊമ്പ് കണ്ടപ്പോഴാണ് തൊട്ടടുത്തായിട്ടൊരു വൈൽഡ് വാട്ടർ ബഫല്ലോ മുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു ബാരാസിംഗ നീന്തി അക്കരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കസിരംഗയിലെ കാടുകളിൽ മുതലയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആനിമൽസിന് ധൈര്യമായിട്ട് നീന്തി അക്കരയ്ക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്രോക്കഡൈൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥിതിയിൽ ഒരുപാട് വ്യത്യാസം വരും. അങ്ങനെ കുറേ നേരം നീന്തി അക്കരെ എത്താറായിട്ടുണ്ട് ബാരാസിംഗ.
കരയിലേക്ക് കയറുന്നതിന് മുൻപ് നല്ല കോഷ്യസ് ആയിട്ട് ചുറ്റുപാടും വീക്ഷിക്കുകയാണ്. എങ്ങാനും കരയിൽ ഒരു ടൈഗർ പതുങ്ങിയിരിപ്പുണ്ടെങ്കിലോ എന്നാണ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അതേ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അധികം താമസിക്കാണ്ട് പ്രതീക്ഷയൊക്കെ വെറുതെയാണെന്ന് മനസ്സിലായി. സഫാരി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ദൂരെയായിട്ട് വലിയൊരു കൂട്ടം കാട്ടെരുമകൾ നിൽക്കുന്നത് കണ്ടു. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. കാണുമ്പോൾ കാട്ടെരുമകളെപ്പോലെ തോന്നുമെങ്കിലും അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാറ്റിലാണ്. അവരുടെ കൂടെ തന്നെ സാധാരണ പശുക്കളും മേഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൗതുകമുള്ള മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഈ കൂട്ടത്തിൽ വേറൊരാളും കൂടെ നിന്ന് മേയുന്നുണ്ട്, ഒരു കാണ്ടാമൃഗം. ഒറ്റനോട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അങ്ങനെ ഒരാൾ ഇടയ്ക്ക് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കസിരംഗയിലെ ആദ്യത്തെ സഫാരി കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. എൻട്രി എക്സിറ്റ് ഗേറ്റിനടുത്ത് 3 റൈനോസറസിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു സ്റ്റോറിയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. സെക്കൻഡ് സഫാരിയുടെ വീഡിയോ അധികം ലേറ്റാക്കാണ്ട് അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. See you soon with the next one. Until then, adios amigos.